യാത്രക്കാരില്ലാതെ വന്ദേ ഭാരത് 2 ട്രെയിനുകൾ സർവീസ് റദ്ദാക്കി. വേണ്ടത്ര യാത്രക്കാരില്ലാത്തതിനാൽ ഇന്ത്യൻ റെയിൽവേ ചില വന്ദേ ഭാരത് സർവീസുകൾ നിർത്തി. വന്ദേ ഭാരതിന്റെ ആദ്യ സർവീസുകളിലൊന്നായ ഉദയ്പൂർ ജയ്പൂർ, ഉദയ്പൂർ ആഗ്ര ട്രെയിനുകളാണ് ഓട്ടം നിർത്തിയത്. ഉദയ്പൂർ അസർവ റൂട്ടിലേക്ക് ട്രെയിൻ മാറ്റും. രാജ്യത്ത് സർവീസ് നടത്തുന്ന 82 വന്ദേ ഭാരത് ട്രെയിനുകൾ യാത്രക്കാരുടെ എണ്ണത്തിൽ കേരളത്തിലാണ് നേട്ടം. കേരളത്തിൽ ഓടുന്ന 3 വന്ദേ ഭാരത് ട്രെയിനുകളും സൂപ്പർ ഹിറ്റാണ്. 200% ഇവയിലെ ഒക്യുപ്പൻസി. അതേസമയം ആകെയുള്ള വന്ദേ ഭാരത് സർവീസുകൾ എടുത്താൽ പകുതിയോളം ട്രെയിനുകളിൽ യാത്രക്കാരുടെ എണ്ണവും ഒക്യുപ്പൻസിയും കുറവാണ്. 30-ലധികം വന്ദേ ഭാരതുകളിൽ സീറ്റുകൾ കാലിയാണെന്നാണ് റിപ്പോർട്ടുകൾ. രാഷ്ട്രീയ താൽപര്യത്തിനനുസരിച്ച് സർവീസുകൾ തിരഞ്ഞെടുത്തതാണ് റൂട്ടുകൾ പരാജയപ്പെടാൻ കാരണമെന്നാണ് ആക്ഷേപം. മംഗളൂരു ഗോവ വന്ദേ ഭാരത് അടക്കമുള്ളവ നഷ്ടത്തിലാണ്. പുതുതായി വരുന്ന ബാംഗ്ലൂർ തിരുവനന്തപുരം വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് കോട്ടയം വഴിയായിരിക്കുമെന്നാണ് സൂചന. രാത്രി 7:30 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് രാവിലെ 7:30 ബാംഗ്ലൂരിലെത്തുന്ന രീതിയിലായിരിക്കും സമയക്രമം. 16 AC കോച്ചുകൾ ഉണ്ടാകും. തേർഡ് AC 2300, സെക്കൻഡ് ACക്ക് 3000, ഫസ്റ്റ് ACക്ക് 3600 രൂപ എന്നിങ്ങനെയായിരിക്കും തിരുവനന്തപുരം മുതൽ ബാംഗ്ലൂർ വരെയുള്ള ഏകദേശ നിരക്ക്. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ പുറപ്പെടുന്നതിന് 72 മണിക്കൂർ മുൻപ് റദ്ദാക്കിയാൽ ടിക്കറ്റ് തുകയുടെ 75% നിങ്ങൾക്ക് റീഫണ്ടായി ലഭിക്കും. അതായത് മൊത്തം തുകയുടെ 25% റദ്ദാക്കൽ നിരക്കായി ഈടാക്കും. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ പ്രധാനമായും AC 3 ടയർ, AC 2 ടയർ, AC ഫസ്റ്റ് ക്ലാസ് എന്നീ വിഭാഗങ്ങളാണ് ഉണ്ടാവുക. IRCTC വെബ്സൈറ്റ് വഴിയോ ആപ്പ് വഴിയോ ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഓൺലൈനായി തന്നെ റീഫണ്ടിന് അപേക്ഷിക്കാം. യാത്രക്കാരുടെ സൗകര്യപ്രദം ദീർഘദൂര യാത്രകൾക്കായി രൂപകൽപ്പന ചെയ്ത വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഇന്ത്യൻ റെയിൽവേയുടെ മുഖച്ഛായ മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.